വെനിസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക ബന്ദിയാക്കി. നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്ക ബന്ദിയാക്കി ആ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ലോക പോലീസ് ചമഞ്ഞ് നിൽക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക. അതിശക്തരായ അമേരിക്ക വെനിസ്വേലൻ പ്രസിഡന്റിനെ കുറെ മാസങ്ങളായി വാർണിംഗ് കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ലോകത്തിലേക്ക് മുഴുവൻ അവിടെ നിന്നാണ് ഡ്രഗ്സുകൾ കടത്തിക്കൊണ്ടുപോകുന്നത്. ആ രാജ്യം അതിന് പിന്തുണ കൊടുക്കുന്നു. ഡ്രഗ്സിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ അതിസമ്പന്നരും അവർ ആ രാജ്യത്തെ പ്രസിഡന്റിനെ വരെ നിയന്ത്രിക്കുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഡ്രഗ്സുകൾ എത്തി ലോകത്തിൻ്റെ നശീകരണത്തിന് കാരണമാകുന്ന ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പ് വെനിസ്വേല തന്നെ. ധാരാളം രീതിയിൽ അമേരിക്ക അവർക്ക് വാർണിംഗ് കൊടുത്തിരുന്നു. അതൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. അമേരിക്കയുടെ ആ നടപടികൾക്ക് എതിരായിട്ട് അവർ സംസാരിക്കുകയും അമേരിക്കയെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ സംസാരിക്കുകയും പ്രതിരോധം കുറിക്കുകയും ചെയ്തു. ഇത്തരുണത്തിൽ അത് മുതലെടുക്കാൻ തന്നെ ചൈനയുടെ ഒരു പ്രതിനിധി കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കാരക്കാസിലെ ക്യാപിറ്റൽ കാരക്കാസിലേക്ക് എത്തി. അത് വെനിസ്വേലൻ പ്രസിഡന്റ് പിന്തുണ കൊടുത്തു, പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്ന വാർത്ത അമേരിക്കയിൽ എത്തി. അതോടെ തന്നെ ഇന്നലെ രാത്രി തന്നെയാണ് വെനിസ്വേലൻ പ്രസിഡന്റിനെ അവിടെ ബന്ദിയാക്കിയത് അമേരിക്ക. ആ വെനിസ്വേലയിൽ നിന്ന് ഭാര്യയും നിക്കോളാസിനെയും മദുറോയെയും ഭാര്യയെയും അവിടുന്ന് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പേടിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് അമേരിക്കയുടെ അവരുടെ സൈനിക ശക്തിയെ. വെനിസ്വേലയ്ക്ക് തക്കതായ വാർണിംഗ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പുറപ്പെടുന്ന കപ്പലിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രഗ്സുകൾ കംപ്ലീറ്റ് അമേരിക്ക പുറംകടലിലെ അറ്റ്ലാന്റിക് സീയിൽ വെച്ച് നശിപ്പിക്കുന്നത് നമുക്ക് കാണാം. ആ രീതിയിലുള്ള വാർണിംഗ് കൊടുത്തിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അമേരിക്കയെ പുല്ലുവില കളിപ്പിച്ച് മുന്നോട്ട് പോയത് ആ രാജ്യത്തിനെതിരായ അതിശക്തമായ ഒരു നീക്കം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇറാഖിലുണ്ടായ നമുക്കറിയാമല്ലോ അവിടെ എന്താ നടന്നതെന്ന്. സദാം ഹുസൈന അവസാനം ഒളിവിൽ പോയി, അയാൾ അണ്ടർഗ്രൗണ്ടിൽ പോയി, മാസക്കണക്കിന് അയാളുടെ മണ്ണിനടിയിൽ കിടന്നു. പക്ഷെ അവിടുന്ന് അവസാനം അയാളെ അവിടുന്ന് നീക്കം ചെയ്തു, അവിടുന്ന് പിടിക്കപ്പെട്ടു അമേരിക്ക. അതിനുശേഷം അവർ കോടതിയിലെ ട്രയൽ നടത്തി അയാളെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കുകയും അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നതൊക്കെ ലോക ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയാമെങ്കിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെയും ഭാര്യയെയും അവിടുന്ന് കടത്തി ബന്ദിയാക്കി രാജ്യത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. സദാം ഹുസൈൻ്റെ തന്നെ ഒരു ഗതികേടിലേക്ക് ഈ വെനിസ്വേലൻ പ്രസിഡന്റും പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ശക്തിയെ തകിടം മറിക്കാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് റഷ്യയും തന്നെയാണ്. ചൈനയുടെ ആ നീക്കം മനസ്സിലാക്കിയ ഉടൻ തന്നെ അമേരിക്ക പ്രത്യാക്രമണം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റിന് 3 മാസം 4 മാസമായിട്ട് കൃത്യമായ വാർണിംഗ് എല്ലാം കൊടുത്ത് അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകാതെ പുല്ലുവില കളിപ്പിച്ചു എന്ന് അമേരിക്ക തോന്നിയുകൊണ്ടാണ് ട്രംപ് ഈ ഒരു നടപടിയിലേക്ക് പ്രവേശിച്ചത്. അവിടുത്തെ വൈസ് പ്രസിഡന്റും വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് ഇന്ന് പ്രസ്താവിക്കുകയുണ്ടായി, യാതൊരു വിവരവും ഇവരെ പറ്റി ഇല്ല, പ്രസിഡന്റും ഭാര്യയെ എവിടേക്ക് പോയി എങ്ങോട്ട് പോയി എന്നതിനെ പറ്റി ഒരു വിവരവും ഇല്ല എന്നാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ചൈനയുടെ ഒരു നീക്കം രഹസ്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം വെനിസ്വേലയിൽ നടത്തി അവരുടെ പ്രസിഡന്റിനെയും ഭാര്യയും കടത്തിക്കൊണ്ടു പോയതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മദുറോയെ ഭാര്യയും ഇപ്പൊ എവിടെയാണ് എന്നറിയില്ലെങ്കിലും അമേരിക്കയുടെ കസ്റ്റഡിയിലാണെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൽ ഒന്ന് തന്നെയാണ് വെനിസ്വേല. വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും ആ സാമ്പത്തികമായി അവരുടെ എണ്ണ ഉൽപ്പാദനം അല്ലാതെ ഡ്രഗ്സിൽ നിന്നാണ് വരുമാനങ്ങൾ എന്നാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങളെല്ലാം കരുതുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലേക്ക് കടത്തുന്ന എല്ലാ ഡ്രഗ്സുകളുടെയും ഉറവിടം വെനിസ്വേല തന്നെയാണ്. അവരുടെ പ്രസിഡന്റിന് തക്കതായ വാർണിംഗ് പല സന്ദർഭത്തിലും കൊടുത്തെങ്കിലും അതൊന്നും വകവെക്കാതെ അവിടുന്ന് യഥേഷ്ടം കപ്പലുകളിലെ ഡസൻ കണക്കിന് കപ്പലുകളിലെ ഈ ഡ്രഗ്സുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു.
അതിൽ പലതും അമേരിക്ക നാവികസേന അത് ടോർപിഡോ വെച്ച് അതിനെ തകർത്തു എന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് തന്നെ രക്ഷയില്ലാന്ന് പോയി. പ്രസിഡന്റ് വകവെക്കാതെ അമേരിക്കയുടെ താത്വികപരമായും അവരുടെ ഈ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ വകവെക്കാതെ അവർ യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന് സമാനമായ രീതിയിൽ അമേരിക്കയോട് പ്രതികരിച്ചത്. കാരണം ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമെന്നും അവിടുത്തെ പ്രതിരോധ മന്ത്രി ഈ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോയപ്പം ഇപ്പം പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്ക് കീഴടങ്ങില്ല എന്ന്. അത് ആ രാജ്യത്തിന്റെ നാശത്തിലേക്ക് തന്നെ പോകും. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഈ വെനിസ്വലൻ പ്രസിഡന്റ് അമേരിക്കയുമായിട്ട് ചർച്ചയാകാം, അമേരിക്കയുടെ പരാതി പരിഹരിക്കാം എന്ന് മിനിഞ്ഞാന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ ചൈനയുടെ ആ നീക്കത്തോടു കൂടി കൃത്യമായി അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. ആ രാഷ്ട്രത്തിലെ ചില ഭാഗങ്ങളിലേക്ക്, പോർട്ടുകളിലുമൊക്കെ, കാരാക്കാസിലും മറ്റേ വെനിസ്വലയുടെ അവരുടെ അറ്റ്ലാന്റിക്കൻ തീരങ്ങളിൽ പല സ്ഥലത്തുള്ള പോർട്ടുകളിലേക്ക് അമേരിക്കൻ പട ഇരച്ചു കയറി എന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇത് ഉറ്റുനോക്കുകയാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകും എന്നുള്ള രീതിയിലൊരു വാണിംഗ് തന്നെയാണ് ഇപ്പൊ അമേരിക്ക പ്രസിഡന്റ് ട്രംപ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കരുതൽ.